എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മലയാളം പ്രവർത്തന പുസ്തകം മണിയൻ്റെ യാത്ര എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രവർത്തനം 7.1 മണിയൻ്റെ സംശയം. ആളുകളുടെ തിക്കും തിരക്കും. എന്തൊരു ധൃതിയാണിവർക്ക്! എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത്? മണിയൻ തൻ്റെ സംശയം ഓട്ടോറിക്ഷയോട് ചോദിച്ചു. അവർ തമ്മിലുള്ള സംഭാഷണം എഴുതാം. സംഭാഷണം എഴുതുമ്പോൾ ഓരോ കുട്ടിക്കും കിട്ടുന്ന ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരു മാതൃകയാണ് ഞാനിവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. മണിയൻ: ചേട്ടാ, എന്തൊരു തിരക്കാണിവിടെ! ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഓട്ടോറിക്ഷ: പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും വരുന്നവരും ആ കൂട്ടത്തിലുണ്ട്. കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും ജോലിക്ക് വരുന്നവരും ബസ്സിൽ കയറാനായി ഓടുന്നവരുമൊക്കെയുണ്ട്. മണിയൻ: ഗ്രാമത്തിൽ ഇത്രയും തിരക്കില്ലല്ലോ, അതെന്താ? ഓട്ടോറിക്ഷ: നഗരത്തിലല്ലേ സ്ഥാപനങ്ങൾ കൂടുതലുമുള്ളത്, അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. പ്രവർത്തനം 7.2 എത്രയെത്ര വാഹനങ്ങൾ. എത്രയെത്ര വാഹനങ്ങളാണ് നമുക്ക് ചുറ്റും? നിങ്ങൾക്കറിയാവുന്ന വാഹനങ്ങളുടെ പട്ടിക തയ്യാറാക്കാം. ഉത്തരം നോക്കാം. സൈക്കിൾ, ഓട്ടോറിക്ഷ, ജീപ്പ്, കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, ബസ്, തീവണ്ടി, ബോട്ട്, ഗുഡ്സ് ട്രെയിൻ, മണ്ണുമാന്തി യന്ത്രം, ലോറി, ആംബുലൻസ്, ബൈക്ക്, ഫയർ എഞ്ചിൻ, കാളവണ്ടി, കപ്പൽ, വാൻ മുതലായവ. ഇതുകൂടാതെ വേറെയും വാഹനങ്ങളുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ അതും കൂടെ എഴുതി ചേർക്കുക. ഇതിൽ തന്നെയുള്ള പ്രവർത്തനമാണ് പട്ടികയിലെ വാഹനങ്ങളെ തരംതിരിക്കാം. ഇന്ധനം ആവശ്യമുള്ളവ, ഇന്ധനം ആവശ്യമില്ലാത്തവ, യാത്രയ്ക്ക് ഉപയോഗിക്കുന്നവ, മറ്റുള്ളവ എന്നിങ്ങനെ പട്ടികയിൽ തരംതിരിച്ച് എഴുതുക. ആദ്യം നമുക്ക് ഇന്ധനം ആവശ്യമുള്ളവ നോക്കാം. ജീപ്പ്, ആംബുലൻസ്, വാൻ, സ്കൂട്ടർ, ഓട്ടോറിക്ഷ, ലോറി, ബസ്, കാർ, ആംബുലൻസ്. അടുത്ത് ഇന്ധനം ആവശ്യമില്ലാത്തവ നോക്കിയാലോ. സൈക്കിൾ, തോണി, കാളവണ്ടി, കുതിരവണ്ടി, ഉന്തുവണ്ടി. അടുത്ത കോളത്തിൽ വരുന്നത് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് വരുന്നത്. നോക്കാം. കാർ, ബസ്, ഓട്ടോറിക്ഷ, ട്രെയിൻ, ജീപ്പ്, വാൻ, സ്കൂട്ടർ, ബൈക്ക്, സൈക്കിൾ. അടുത്ത കോളത്തിൽ വരുന്നത് മറ്റുള്ളവ. അപ്പോൾ മറ്റുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോറി, ആംബുലൻസ്, JCB, ഫയർ എഞ്ചിൻ, ഗുഡ്സ് ട്രെയിൻ, കാളവണ്ടി, റോക്കറ്റ്, ഉന്തുവണ്ടി. പ്രവർത്തനം 7.3 ശ്രദ്ധിക്കാം. റോഡിലൂടെ നടക്കുന്നവർക്കും നിയമങ്ങളുണ്ടോ? മണിയൻ സൈക്കിളിൻ്റെ ചോദ്യം. നിങ്ങൾ എന്തു മറുപടി നൽകും? എഴുതി നോക്കാം. ഉണ്ട്. റോഡിലൂടെ നടക്കുന്നവരും ചില നിയമങ്ങൾ പാലിക്കണം. വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനും മനുഷ്യർക്ക് സഞ്ചരിക്കാനും പ്രത്യേകം പാതകളുണ്ട്. അതുവഴി സഞ്ചരിക്കണം. റോഡ് മുറിച്ചു കടക്കുമ്പോഴും നിയമങ്ങൾ പാലിക്കണം. പ്രവർത്തനം 7.4 കണ്ടെത്തി എഴുതാം. കൂറ്റൻ ലോറി കുഞ്ഞു കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു. അവർ പേടിച്ചുപോയി. തെന്നി മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. റോഡിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ടെത്തി എഴുതാം. 1. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. 2. ഓടുന്ന വാഹനത്തിൽ കയ്യും തലയും പുറത്തിടരുത്. 3. അമിതവേഗത്തിൽ വാഹനം ഓടിക്കരുത്. 4. മദ്യം, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കരുത്. 5. റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. പ്രവർത്തനം 7.5 എന്നെ അറിയാമോ. ഇവിടെ ഏത് ചിത്രമാണ് തന്നിട്ടുള്ളത്? ഏത് വാഹനത്തിൻ്റെ ചിത്രമാണ്? ആംബുലൻസ്. അപ്പോൾ ഇവിടെ ആംബുലൻസിനെ കുറിച്ചാണ് എഴുതേണ്ടത്. എഴുതിയാലോ. ഞാനാണ് ആംബുലൻസ്. അത്യാസന്ന നിലയിലായ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ഒരു ആശുപത്രിയിൽ നിന്നും മറ്റൊരു ഇടത്തേക്ക് എത്തിക്കുന്നതിനും ഞാൻ സഹായിക്കാറുണ്ട്. രോഗികളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കേണ്ടതുണ്ട്. വഴിയിൽ എന്നെ കണ്ടാൽ മറ്റെല്ലാ വാഹനങ്ങളും ഒതുങ്ങിമാറി വഴിയുണ്ടാക്കി തരും. എല്ലാവരും വഴിമാറാൻ ശബ്ദമുണ്ടാക്കിയാണ് ഞാൻ പോകുന്നത്. ഫോണിൽ 102 ഡയൽ ചെയ്താൽ ഞാൻ എവിടെ നിന്നെങ്കിലും ഓടിയെത്തും. കൃത്യമായി അടുത്ത ആശുപത്രിയിൽ നിങ്ങളെ എത്തിക്കും. ആശുപത്രിയിൽ വച്ച് ആളുകൾ മരിച്ചാൽ മൃതദേഹം വീട്ടിലെത്തിക്കാനും ഞാൻ സഹായിക്കാറുണ്ട്. പ്രവർത്തനം 7.6 മണിയൻ്റെ ഡയറി. പട്ടണത്തിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ മണിയൻ സൈക്കിൾ അന്നത്തെ ഡയറി എഴുതി. മണിയനായി സങ്കല്പിച്ച് നിങ്ങളും എഴുതി നോക്കൂ. ഡയറി എഴുതുമ്പോൾ എന്നാണോ നാം ഡയറി എഴുതുന്നത് അന്നത്തെ തീയതി എഴുതുക. ഇന്നത്തെ യാത്ര മറക്കാനാവില്ല. ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യാൻ എന്തു രസമായിരുന്നു. തണുത്ത കാറ്റും നിറയെ പൂക്കളും പുഴയും മീനുകളുമെല്ലാം എനിക്ക് ഏറെ ഇഷ്ടമായി. ഓടിയോടി പട്ടണത്തിൽ എത്തിയപ്പോൾ ശരിക്കും അമ്പരന്നുപോയി.
മാനം തൊടുന്ന കെട്ടിടങ്ങളും പാർക്കുകളും പച്ചക്കറി ചന്തകളും പലതരം കടകളും തലങ്ങും വിലങ്ങും റോഡുകളും നിറയെ വാഹനങ്ങളും ആകെ തിരക്കും പുകയും പൊടിയും. ഇടയ്ക്ക് ചുവപ്പ് വെളിച്ചം കത്തിയപ്പോൾ വാഹനങ്ങളെല്ലാം നിന്നു. പച്ച വെളിച്ചം കത്തിയപ്പോൾ മുന്നോട്ടോടി. എനിക്ക് ഇതെല്ലാം പുതിയ കാഴ്ചകളായിരുന്നു. ഒരു ലോറി പാഞ്ഞു വന്നപ്പോൾ ശരിക്കും പേടിച്ചുപോയി. തെന്നി മാറിയില്ലായിരുന്നുവെങ്കിൽ തവിട് പൊടിയായേനെ. റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് കൂടിക്കൂടി വന്നപ്പോൾ ഞാൻ തിരികെ നാട്ടിലേക്ക് വന്നു. ഇതോടുകൂടി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിച്ചു. നന്ദി. വീണ്ടും കാണാം.